തീവണ്ടി ഓഫീസാണോ? ഒരു പൊട്ടിപ്പൊടി. ഞങ്ങൾ സർക്കസ് കാണാൻ പോവാ അല്ലേ? എന്താ എന്താ കാണാൻ പോണേ? ഞങ്ങളിവിടെ സുഭാഷേൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അറിഞ്ഞത് സൈക്ലിംഗ് ഞാൻ നടക്കുന്നത് ചെറിയൊരു സ്ഥലത്ത് ഒരു കവലയിൽ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അടുത്തന്നെയാണ് കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് അത് കാണാൻ പോയതാണ്. അപ്പോൾ നന്ദി അക്കൊന്നും കണ്ടിട്ടില്ലല്ലോ, ഞാനത് കണ്ടിട്ടില്ല നേരിട്ട്, ആദ്യമായിട്ട് കാണുമായിരുന്നു. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അക്കുനും നന്ദിക്കൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയതായിരുന്നു കേട്ടോ. പ്രിയ നാട്ടുകാരെ, പരിപാടി ആരംഭിക്കുകയാണ്. ഒരു നാലാളും ചെറിയ കുട്ടിക്കിടന്നു അമ്മനെ ഒന്നും പേടിയില്ല, നാലാൾ വാ, ചെറുപ്പവരായിട്ട് പറയണം. വേഗവാ, എന്താ പേടി? ഇവിടെ പുലിപ്പാമ്പ് ഒന്നും ഇല്ലേ? വാ 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 വാ, ചെറുപ്പവരായിട്ട് വാ. ശുഭാഷ് നീನು വാ. ಇನ್ನವರಿ రెండాಳು ಬೇಗವಾ ಬೇಗವಾ, ಮಳೆಕಾಲ. ಸಾಕು 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 ಬಿಡಪ್ಪ. ಇತ್ತ ಅಂದ್ರೆ ಪಾಯಿ ಏ ಮೂಲೆಯಲ್ಲಿ പ്രിയ നാട്ടുകാരെ, നാലാളും ചെറിയ കുട്ടികളിലെ സൈക്കിൾ ബാലൻസ്.
സൂചി കണ്ണിന ഉള്ളിಯಲ್ಲಿ കുത്തിക്കൊണ്ട് സൈക്കിൾ ബാലൻസ് ഉണ്ടെന്ന ആ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാം നടക്കണം. ക്ലാപ്സ്, കൈയടിക്ക് പ്രിയ നാട്ടുകാരെ. അടുത്ത അഭ്യാസം പിന്നെ ചേട്ടൻ കണ്ണിൽ സൂചി വെച്ചുകൊണ്ടുള്ള അഭ്യാസമായിരുന്നു കേട്ടോ. ഒരാണി കണ്ണിൽ കുത്തിക്കൊണ്ടുള്ള അഭ്യാസം. റിസ്ക് ആയിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ അത് കണ്ണിൽ വെച്ചു, എന്നിട്ട് അതും വെച്ചുകൊണ്ടാണ് പിന്നെ ചേട്ടൻ സൈക്കിൾ ഓടിച്ചത്. അടുത്ത അഭ്യാസം 3 കുടങ്ങൾ സൈക്കിളിൽ നിന്നുകൊണ്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ. അത് തുടങ്ങിയപ്പോഴേക്കും മഴ നല്ലോണം പെയ്യുന്നത് കാണാം കേട്ടോ. മഴ ഒരമണിക്കൂർ അങ്ങോട്ട് പെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുള്ളി നിർത്തിയതൊന്നുമില്ല കേട്ടോ, പരിപാടി നിർത്തിയതൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഭാഗ്യത്തിന് വണ്ടിയിൽ കുട ഉള്ളതുകൊണ്ട് കുടയും വെച്ചുകൊണ്ട് കുട ചൂടിക്കൊണ്ട് തന്നെ അഭ്യാസം കണ്ടുകൊണ്ട് നിന്നു. പിന്നെയാണ് അവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കുഴിയിൽ അരമണിക്കൂർ പുള്ളി മണ്ണൊക്കെ മൂടി അതിൻ്റെ ഉള്ളിലിരുന്നു കേട്ടോ. നല്ലൊരു കുഴിയായിരുന്നു. തലയൊക്കെ മൂടി കെട്ടി പുള്ളി അതിൽ ഇറങ്ങിയിരുന്നിട്ട് ആ കുഴി ഒരു സ്ലാബ് വെച്ച് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടോ ഒരു ഷീറ്റ് വെച്ചിട്ട് അവർ മൂടി. പ്ലാസ്റ്റിക് അല്ല, ഒരു ഷീറ്റ് വെച്ച് അവരത് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണ് കോരിയിട്ടു. എന്നിട്ട് ആ ചേട്ടൻ അരമണിക്കൂർ അതിലിരിക്കുന്നുള്ളതായിരുന്നു അവരുടെ അഭ്യാസത്തിൻ്റെ മെത്തേഡ്. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, മണ്ണൊക്കെ മേലേക്കിട്ടു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പുള്ളിക്ക് അത് അത്ര വലിയ ബുദ്ധിമുട്ടാവില്ലായിരുന്നു. കാരണം ചെറിയൊരു ഗ്യാപ്പൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കെ മഴ, അതുവരെ തുള്ളിയായിട്ട് വന്ന മഴയായിരുന്നു. പെട്ടെന്ന് നല്ല മഴ പെയ്തു കേട്ടോ. മഴ പെയ്തതും എല്ലാവരും ജസ്റ്റ് കുടല്ലാതെ വന്ന് കാണാൻ വന്നവരല്ലേ. അപ്പം മഴ പെയ്തതും എല്ലാവരും ഗ്രൗണ്ടിൽ നിന്ന് പോയി. പാവ ചേട്ടൻ ആ കുഴിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കിങ്ങനെ തോന്നുക, കുറച്ച് മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ആ ചേട്ടന് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു ആ കുഴിയിൽ അങ്ങനെ ഇരിക്കാൻ. പക്ഷെ മഴ പെയ്തപ്പം ആ മണ്ണൊക്കെ ശരിക്കും ആ ഹോളൊക്കെ ഗ്യാപ്പൊക്കെ എന്താ പറയുക ഫില്ലായി പോയിട്ടുണ്ടാവും. ചേട്ടൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എന്തായാലും ആ അരമണിക്കൂർ മഴ പെയ്തു. അപ്പോൾ എല്ലാവരും മാറി നിന്നെങ്കിലും ആരും പോയില്ല കേട്ടോ. എല്ലാവരും ഗ്രൗണ്ടിൽ നിന്ന് മാറി നിന്നു, കടകളുടെ സൈഡിലേക്കൊക്കെ കയറി നിന്നു. ഇതൊക്കെ നമ്മൾ നന്ദക്കുട്ടീൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ, കുഞ്ഞു കുട്ടികളായിരുന്നേ. അങ്ങനെ ആ മഴ എല്ലാവരും കഴിഞ്ഞു വന്നു കേട്ടോ. കഴിഞ്ഞ് വന്നപ്പോഴേക്ക് 27 മിനിറ്റ് ആയേ. അപ്പം എല്ലാവരും പറയുന്നുണ്ട് ആ ചേട്ടനെ നേരത്തെ എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടനെ മഴയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ, തോർന്ന സമയമാണിത്. അങ്ങനെ ആ ചേട്ടനെ അവർ പുറത്തെടുത്തു. മണ്ണൊക്കെ മാന്തി ആ ചേട്ടൻ, പക്ഷേ മഴ പെയ്തതുകൊണ്ട് ആ മണ്ണിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നിയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം പുള്ളിക്ക് എന്ന് തോന്നി. പക്ഷേ അവർക്കിത് പ്രാക്ടീസാണ്, അവർക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടെ. പക്ഷേ എനിക്ക് ആ ചേട്ടൻ വല്ലാതെ ക്ഷീണിച്ച പോലെ തോന്നിയിട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ആ ചേട്ടൻ വല്ലാതെ ടയേർഡായൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്കൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടി തോന്നി. കാരണം ഒരു വയ്യാത്ത ഫീല് തോന്നി ആ ചേട്ടന്. എന്താണെങ്കിലും ശ്വാസം കുറവല്ലേ, അവരുടെ ഓരോ ജീവിതമാർഗങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ചേട്ടൻ എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ചോദിച്ചു.
വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഓക്കെ ആയിട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ചേട്ടൻ ആക്റ്റീവായി ഇതിലൂടെ നടക്കുന്നത് കണ്ടു. ലക്ഷ്മൺ ചേട്ടൻ എന്നാണ് കേട്ടോ ഈ ചേട്ടൻ്റെ പേര്. ഈ ചേട്ടനാണ് തുടക്കത്തിൽ നമ്മൾ നല്ലൊരു ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. ഞാൻ ആ ഡാൻസ് മൊത്തം ഇടാൻ പറ്റിയില്ല, പക്ഷെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു ഈ ചേട്ടൻ. ഹലോ ഹലോ പ്രിയ നാട്ടുകാരെ, നമ്മൾ ലക്ഷ്മൺ കുമാർ ആളും കുളിയവള്ളിയിൽ പോയി ഒന്ന് എഫക്റ്റിൽ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. പ്രിയ നാട്ടുകാരെ, ലേലത്തിൽ കാര്യനാപ്പറിയ ഇതുവരെ ജനഹി ലേലം, ಬಾಂಬೆ ಶಿಷ್ಟ ಲೇಲಂ. ಪ್ರಿಯ ನಾಟುಗಾರೆ, ಈ ವರಿ ವಿಳಿ ಲೇಲത്തിൽ ಕಾರ್ಯನಾಪರಿಯ ವರಿ ವಿಳಿ 50 ರೂಪಾಯಿ. ನಮ್ಮ ಕೋಯಿ ಪಾಸರ್ ತಂದಿರಿക്കുന്നു. ಎಲ್ಲ ಕೈ ಹಿಡಿಕೆ ಕಲಾ ಸ್ನೇಹಿತರೆ. ರಾಜೇಶ್ ಏಟ ഒരു 200 ರೂಪಾಯಿ സംഭാവന ഈ കലാപരിപാടിക്ക് തന്നിരിക്കുന്നു. എല്ലാവരും കൈ അടിക്കുക പ്രിയ നാട്ടുകാരെ. പ്രിയ നാട്ടുകാരെ, ഇപ്പോൾ ഒരു ലേലം ഒരു ആരംഭിക്കുകയാണ്. കലാസ്നേഹികളെ, ഇതുവരെ വിളി 50 ರೂಪಾಯಿ വരി വിളി. 50 ರೂಪಾಯಿ ಕೊಂಡು ಬಂದು പേര് പറഞ്ഞിട്ട് ലേല വിളിക്കണം. ഒരു വട്ടം 2 വട്ടം 3 വട്ടം അതിൽ 50 ರೂಪಾಯಿ കോയി ನಿಮಗೆ കിട്ടും. 1000 കൈനിട്ടി ഒരു വിളി 100 ആവും. 2000 കൈനിട്ടി ഒരു വിളി 200 പിക്സ്. ഇനി മുകളിൽ പോവല്ല. ഇത് മലയാളം കുറച്ച് മലയാളം അറിയും, ശരിക്കും മലയാളം അറിയില്ല. ആ ഒരു വിളി 50 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ആളുകൾ 50 ರೂಪಾಯಿ കൊണ്ട് ಬಂದು ലേല വിളിക്കണം പ്രിയ നാട്ടുകാരെ. ഇത് ഒരു സ്ഥലത്തുള്ള എല്ലാ നാട്ടിലും ഈ നമ്മളെ കലാപരിപാടിയിൽ ലേല ഉണ്ട്. 50 ರೂಪಾಯಿ കൊണ്ട് ಬಂದು ലേല വിളിക്കണം. ആദിത്യം ഉദ്ഘാടനം ചെയ്യുന്ന ആളെ ആരെങ്കിലും ഒരാള് 50 ರೂಪಾಯಿ കൊണ്ട് ಬಂದು ലേല വിളിക്കണം പ്രിയ നാട്ടുകാരെ. ആരംഭിക്കുകയാണ്. നല്ല നാടൻ കോയി, പൂവൻ കോയി ലേലം പരിപാടി. ഇവിടെ സജീവ് മാമങ്കര ഈ ലേലം ഈ കോയി ആരും വിട്ടു കൊടുക്കണം പറഞ്ഞുകൊണ്ട് 50 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ്സുകളെ സജീവ് മാമങ്കര ಅವರು ಸಹ ಈ ಲೇಲಂ ಈ ಕೋಯಿ ಯಾರಿಗೂ ಬಿಟ್ಟು ಕೊಡಗಲ್ಲ ನಾತನೆ കൊണ്ടുപോകുന്ന 50 ರೂಪಾಯಿ ಲೇല വിളിക്കുന്നു. ഒട്ടായിട്ടില്ല. വീണ്ടും പേര് മോനെ രശ്മി ലേല രശ്മി ഈ ലേലം 100 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ. 150 വേണ്ട, 50. ശരി, ನಮ್ಮ കുഞ്ഞാണി 150 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ. സനൽ ഈ ലേലം 200 ರೂಪಾಯಿ ലേല വിളിക്കുന്ന പ്രിയ നാട്ടുകാരെ. സനൽ ഈ ലേലം ಯಾರಿಗೂ ಬಿಟ್ಟು ಕೊಡಗಲ್ಲ പറഞ്ഞുകൊണ്ട് സനലിಗೆ ಬಿಟ್ಟು ಕೊಡಗಲ್ಲ പറഞ്ഞ 150 ನಮ್ಮ ಜೈಮಾನ್ ഈ ലേലം 450 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ. ഒരു വട്ടം 1.5 വട്ടം ജൈമാനിಗೆ ಬೆಲ್ಲಿ വിളിക്കുന്ന ആളുകൾ ആരെങ്കിലും കടന്നു വരണം. കൈയടിക്കുക ക്ലാസ് സ്നേഹികളെ. 500 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ. 2 വട്ടം പ്രിയ നാട്ടുകാരെ, 2 വട്ടം. ജോബ് ഈ ലേലം ഇപ്പൊ കോയി ജോബ് ഇട്ട് പോവും. ജോബ് ഈ ലേലം 550 ರೂಪಾಯಿ ಲೇല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ. 2.5 വട്ടം മത്താളുകളിಗೂ സ്നേഹികളെ. ഒരു വട്ടം ജോബേട്ട ഈ കോയി ആരിಗೂ ಬಿಟ್ಟು കൊടുക്കല. 2 വട്ടം. രശ്മി ഉണ്ടോ? എവിടെ പോയിട്ട് രശ്മി? ഈ ലേലം 700 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ. ക്ലാപ്സ്, കൈയടിക്ക പ്രിയ നാട്ടുകാരെ. രശ്മി ഈ കോയി ಯಾರಿಗೂ ಬಿಟ್ಟು കൊടുക്കല പറഞ്ഞുകൊണ്ട് ഈ ലേലം. ഒരു വട്ടം പ്രിയ നാട്ടുകാരെ. 1.5 വട്ടം രശ്മിക്ക് ബെല്ലി വിളിക്കുന്ന ആളുകൾ ആരെങ്കിലും ആളുണ്ടാ? ഇവിടെ ആളുണ്ടോ? കൈയടിക്ക പ്രിയ നാട്ടുകാരെ. മനു, കൈയടിക്ക പ്രിയ നാട്ടുകാരെ. മനു, പുതിയ പേര് മനു. ഈ ലേലം 800 ರೂಪಾಯಿ. മനു എലകുന്നേരി. മനു എലകുന്നേരി ഈ ലേലം 800 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ. ഒരു വട്ടം. നമ്മ ഉണ്ണിയേട്ട ഈ ലേലം 900 ರೂಪಾಯಿ ലേല വിളിക്കുന്ന പ്രിയ നാട്ടുകാരെ. ഒരു വട്ടം. 2 വട്ടം. ജോബേട്ടിക്ക് ബെല്ലി വിളിക്കുന്ന ആളുകൾ ആരെങ്കിലും കടന്നു വരണം. ഇപ്പൊ ജോബേട്ടിക്ക് കോയി പോവൂ. ജോബേട്ടൻ ഈ ലേലം 1100 ರೂಪಾಯಿ ലേല വിളിക്കുന്നു. 2 വട്ടം. 2.5 വട്ടം പ്രിയ നാട്ടുകാരെ. 2.5 വട്ടം. 2.25 വട്ടം ലേലം ഉറപ്പിക്കുകയല്ല. എല്ലാവർക്കും കൂടെ അനുമതി ചോദിക്കുന്നുണ്ടോ? ആളുകൾ ആരെങ്കിലും ഇവിടെ ആളുണ്ടോ? കടന്നു പോയിട്ട ഇവിടെ ആളുണ്ടോ? 1200 ರೂಪಾಯಿ. ഏട്ടാ പേര് ജോബിൻ. കയ്യടിക്ക് പ്രിയ. കറക്റ്റ് അല്ല? ജോബിൻ ഈ ലേലം ಯಾರಿಗೆ ಬಿಟ್ಟು പുതിയ പേര് ജോബിൻ ഈ ലേലം 1200 ರೂಪಾಯಿ ಲೇല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ. ജോബ് ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ.
സനൽ ഈ ലേലം യാരിಗೂ ಬಿಟ್ಟು കൊടുക്കല പറഞ്ഞുകൊണ്ട് ഈ കോയി 700 ರೂಪಾಯಿ ലേല വിളിക്കുന്നത് 2.5 വട്ടം 2.5 വട്ടം പ്രിയ നാട്ടുകാരെ 2.5 വട്ടം 2.25 വട്ടം എല്ലാരും കൂടെ അനുമതി ചോദിക്കുന്നുണ്ടോ ആരുണ്ടാ യാരില്ല ലേലം സനൽಗೆ ബില്ല് വിളിക്കാൻ ആളുണ്ടോ ഇവിടെ 2000 ರೂಪಾಯಿ സജീവേട്ട ഉണ്ടോ എല്ലാ ക്ലാപ്സ് സജീവേട്ട ഈ ലേലം 2000 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ നമ്മ ടോബിൻ പ്രിയ നാട്ടുകാരെ 200 ರೂಪಾಯಿ കേട്ടി വിളിക്കി 2200 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ സുധീഷ് ನಮ್ಮ സുധീഷ് ഉണ്ട് ഇവിടെ കൈയടിക്കുക ക്ലാസ് സ്നേഹികളെ ನಮ್ಮ സുധീഷ് ഈ ലേലം ಯಾರಿಗೂ ಬಿಟ್ಟು ಕೊಡಲು പറഞ്ഞുകൊണ്ട് 2400 ರೂಪಾಯಿ ലേല വിളിക്കുന്നു എല്ലാ ക്ലാപ്സ് ನಮ್ಮ ജോബ് ഉണ്ട് ഇവിടെ കൈയടിക്കുക പ്രിയ നാട്ടുകാരെ പറഞ്ഞുകൊണ്ട് 2600 ರೂಪಾಯಿ ಲೇല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ ക്ലാപ്സ് കൈയടിക്കുക പ്രിയ നാട്ടുകാരെ ನಮ್ಮ ജോബേട്ട ഈ ലേലം 2000 ആളില്ല ನಮ್ಮ ಜೋಬೇಟ ജോബേട്ടയ്ക്ക് ലേലം ഉറപ്പിക്കുക ക്ലാസ് സ്നേഹികളെ ജോബേട്ട ഈ ലേലം അവിടെ കൊടുത്തായി ക്ലാസ് സ്നേഹികളെ സുധീഷ് ഏട്ട കൈയടിക്കുക പ്രിയ നാട്ടുകാരെ സുധീഷ് ഏട്ട ഈ ലേലം 2800 ರೂಪಾಯಿ ലേല വിളിക്കുന്നു എല്ലാ ക്ലാപ്സ് കൈയടിക്കുക പ്രിയ നാട്ടുകാരെ കൊണ്ടോ ടോബിൻ ഈ ലേലം 3200 ರೂಪಾಯಿ ലേല വിളിക്കുന്ന പ്രിയ നാട്ടുകാരെ ഒരു വട്ടം ടോബിനിಗೆ ಬೆಲ್ಲಿ വിളിക്കാൻ ആളുകൾ ആരെങ്കിലും തൊടുത്തു വരണം ടോബിൻ ഈ ലേലം 3200 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ 3200 ರೂಪಾಯಿ ഇവിടെ ആളുണ്ടോ അക്കു അല്ല അക്കു കൈയടിക്കുക ക്ലാസ് സ്നേഹികളെ ഇവിടെ അക്കു ഉണ്ട് 3400 ರೂಪಾಯಿ ലേല വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ ക്ലാപ്സ് കൈയടിക്കുക പ്രിയ നാട്ടുകാരെ അക്കു ഈ ലേലം ಯಾರಿಗೂ ಬಿಟ್ಟು കൊടുക്കല ഈ അക്കുനെ കൊണ്ടുപോದ പറഞ്ഞുകൊണ്ട് അക്കു ഈ ലേലം 3400 ರೂಪಾಯಿ ലേല വിളിക്കുന്നു അക്കു ഈ ലേലം 3400 ರೂಪಾಯಿ ലേല വിളിക്കുന്ന പ്രിയ നാട്ടുകാരെ ഒരു വട്ടം അക്കുಗೆ ಬೆಲ್ಲಿ വിളിക്കാൻ ആളുകൾ ആരെങ്കിലും കടന്നു വരണം അക്കു ഈ ലേലം 3400 ರೂಪಾಯಿ ഒന്നര വട്ടം പ്രിയ നാട്ടുകാരെ ഒന്നര വട്ടം ഡിസ്കണക്ട് ಮಾಡಿದ್ದಾರೆ അക്കു ഈ ലേലം 3400 ರೂಪಾಯಿ അക്കുಗೆ ಬೆಲ್ಲಿ വിളിക്കാൻ ആളുകൾ ആരെങ്കിലും അനുമതി എല്ലാവരും കൂടെ അനുമതി ചോദിക്കൊണ്ട് ലേലം ഉറപ്പിക്കുക ക്ലാസ് സ്നേഹികളെ അക്കു ഈ ലേലം 3400 ರೂಪಾಯಿ ഒന്നര വട്ടം 2 വട്ടം പ്രിയ നാട്ടുകാരെ 2 വട്ടം 2.5 വട്ടം പ്രിയ നാട്ടുകാരെ ലേലം ഉറപ്പിക്കുക എല്ലാ ക്ലാപ്സ് കൈയടിക്കുക ക്ലാസ് സ്നേഹികളെ അക്കു ഈ ലേലം 3400 ರೂಪಾಯಿ ലേല വിളിക്കുന്നു 2.5 വട്ടം 2.25 വട്ടം ലേലം ഉറപ്പിക്കുക എല്ലാവരും കൂടെ അനുമതി ചോദിക്കുന്നുണ്ടോ ആരും ഇല്ല ഓക്കെ ലേലം ഉറപ്പിക്കുന്നുണ്ടോ എല്ലാ ക്ലാപ്സ് കൈയടിക്കുക ക്ലാസ് സ്നേഹികളെ ആരുണ്ടാ ಯಾರು ಅಕ್ಕುಗೆ ಬೆಲ್ಲಿ ವಿಳಿക്കാൻ ആളുകൾ ആരെങ്കിലും എന്റെ പേര് ലേലത്തിൽ കാര്യ നമ്മ എന്റെ പേര് ശ്രീകുട്ടൻ എല്ലാ കൈയടിക്ക ക്ലാസ് സ്നേഹികളെ പുതിയ പേര് ശ്രീകുട്ടൻ 3600 ರೂಪಾಯಿ ലേല വിളിക്കുന്ന പ്രിയ നാട്ടുകാരെ ശ്രീകുട്ടനിಗೆ ക്ലാപ്സ് വേണം ശ്രീകുട്ടൻ ഈ ലേലം 3600 ರೂಪಾಯಿ ലേല വിളിക്കുന്നു എല്ലാ ക്ലാപ്സ് കൈയടിക്ക പ്രിയ നാട്ടുകാരെ ശ്രീകുട്ടനിಗೆ ಬೆಲ್ಲಿ വിളിക്കാൻ ആളുകൾ ആരെങ്കിലും ശ്രീകുട്ടൻ ഈ ലേലം 3600 ರೂಪಾಯಿ ഒട്ടായിട്ടില്ല വീണ്ടും അക്കു ഉണ്ടോ കൈയടിക്ക പ്രിയ നാട്ടുകാരെ അക്കു 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 ഈ ലേലം 3800 ರೂಪಾಯಿ ಲೇಲ വിളിക്കുന്ന പ്രിയ നാട്ടുകാരെ അക്കു ഈ ലേലം ആരിಗೂ ಬಿಟ್ಟು കൊടുക്കലെന്ന് പറഞ്ഞുകൊണ്ട്
3800 രൂപ ലേലം വിളിക്കുന്നു. ഒരു വട്ടം പ്രിയ നാട്ടുകാരെ, ഒരു വട്ടം. അക്കുയെ വെല്ലു വിളിക്കാൻ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അക്കു, ഈ ലേലം 3800 രൂപ. ഒന്നര വട്ടം പ്രിയ നാട്ടുകാരെ, ഒന്നര വട്ടം. അക്കു ഒന്നര വട്ടം, രണ്ട് വട്ടം, രണ്ട് വട്ടം. അക്കുയെ വെല്ലു വിളിക്കാൻ ആളുണ്ടോ? ഇവിടെ 4000 രൂപ ശ്രീകുട്ടനതാ. ശ്രീകുട്ടൻ കൈയടിക്ക പ്രിയ നാട്ടുകാരെ. ശ്രീകുട്ടൻ ഈ ലേലം ഈ കോഴി ಯಾರಿಗೂ ಬಿಟ್ಟು ಕೊಡಕಲನ್ನ പറഞ്ഞുകൊണ്ട് 4000 രൂപ ലേലം വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ കൈയടിക്ക. ശ്രീകുട്ടൻ ഈ കോഴി ಯಾರಿಗೂ ಬಿಟ್ಟು ಕೊಡಕಲನ್ನ പറഞ്ഞുകൊണ്ട് 4000 രൂപ ലേലം വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ. ഒരു വട്ടം, ഒരു വട്ടം. ശ്രീകുട്ടനിಗೆ ಬೆಲೆ വിളിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒന്നര വട്ടം പ്രിയ നാട്ടുകാരെ. ശ്രീകുട്ടൻ ഈ ലേലം 4000 രൂപ ലേലം വിളിക്കുന്ന ക്ലാസ് സ്നേഹികളെ. ഒന്നര വട്ടം, ഒന്നര വട്ടം, ഒന്നര വട്ടം പ്രിയ നാട്ടുകാരെ. രണ്ട് വട്ടം, രണ്ട് വട്ടം ക്ലാസ് സ്നേഹികളെ. രണ്ട് വട്ടം. ശ്രീകുട്ടനിಗೆ ಬೆಲೆ വിളിക്കുന്ന ആളുകൾ ആരെങ്കിലും എല്ലാവരും കൂടെ അനുമതി ചോദിക്കൊണ്ട് ലേലം ഉറപ്പിക്കെ. ശ്രീകുട്ടൻ ഈ ലേലം ഇവിടെ ജോബൻ ഉണ്ടോ? ജോബൻ എവിടെ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഈ ലേലം ಯಾರಿಗೂ ಬಿಟ್ಟು ಕೊಡುತ್ತಿಲ್ಲ. ಜೋಬನೇಟ ಈ ಲೇಲಂ 4200 രൂപ. ക്ലാപ്സ് വേണോ ನಮ್ಮ ಜೋಬನೇಟಿಗೆ? ನಮ್ಮ ಜೋಬನೇಟ ಈ ಲೇಲಂ 4200 ജോബൻ ഈ ലേലം 4200 രൂപ ലേലം വിളിക്കുന്ന പ്രിയ നാട്ടുകാരെ. കുഞ്ഞമ്മ, ആ കോഴീനെ കിട്ടിയിരുന്നെങ്കിൽ അമ്മ കൊന്നേനെ ഇവിടെ. ആ കോഴീനെ കൊണ്ട് പോയാല് കറി വെക്കുന്നോ? കറി വെക്കുന്നോ? അക്കു വളർത്താനതിനെ വാങ്ങിക്കുന്നത്. ഞങ്ങ അത് എവിടെ ആകെ 2 ആഴ്ച കൂടെ വളരുന്നു. പ്രിയ നാട്ടുകാരെ, ശ്രീകുട്ടൻ വിട്ടു കൊടുക്കുന്ന ഈ കോഴി എന്ന് പറഞ്ഞുകൊണ്ട് 4000 കോഴീനെ വേറെ വാങ്ങിക്കാം, കോഴിക്കുട്ടീനെ വാങ്ങിക്കാം.